ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് സിമ്പിളായിട്ടുള്ള കിച്ചൺ ടിപ്സാണ്. അതിൽ ആദ്യമായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത്, നമ്മൾ അടുക്കളയിൽ എന്ത് ജോലി ചെയ്താലും, അതായത് പച്ചക്കറി അരിയുക, ഉള്ളി പൊളിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ആ കൗണ്ടർ ടോപ്പിലോട്ടൊരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിന് മുകളിൽ വെച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ അടുക്കള നമുക്ക് അത്രയും കുറച്ച് ക്ലീൻ ചെയ്താൽ മതിയായിരിക്കും. കൗണ്ടർ ടോപ്പ് അങ്ങനെ വൃത്തികേടാകത്തില്ല. ഇനി അടുത്തായിട്ട് നമുക്ക് മല്ലിയില എങ്ങനെ കുറച്ച് കൂടുതൽ നാൾ എങ്ങനെ ചെയ്യാതെ സൂക്ഷിച്ച് വെക്കാമെന്ന് നമുക്ക് നോക്കാം. അത് നമ്മൾ മല്ലിയില മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും ചീഞ്ഞത് അല്ലെങ്കിൽ പഴുത്തതൊക്കെ ഇലയൊക്കെ കാണും അതിൻ്റെ അകത്ത്, അതെല്ലാം ഒന്ന് പിറക്കി മാറ്റണം. മല്ലിയില സാധാരണ വേരോടുകൂടിയാണ് നമുക്ക് സാധാരണ കടയിൽ നിന്ന് കിട്ടാറ്. അതുകൊണ്ട് അതിൻ്റെ ആ വേരിൻ്റെ ഭാഗത്ത് മണ്ണൊക്കെ കാണും, അത് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഇതുപോലൊരു ബോക്സ് എടുത്തിട്ട് അതിൽ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഒന്ന് മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മല്ലിയില വെച്ച് വീണ്ടും അതിൻ്റെ മുകളിലോട്ട് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് പാത്രം അടിച്ച് നമുക്ക് ഫ്രിഡ്ജിന് താഴത്തെ തട്ടിൽ ഈ മല്ലിയില സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ ഒരു 2 ആഴ്ചയോളം ഇത് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഇത് കഴുകിയ മല്ലിയിലയല്ല. മല്ലിയില എപ്പോഴും കറികളിൽ ചേർക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രം കഴുകുന്നതായിരിക്കും നല്ലത്. നമ്മൾ കഴുകി ഫ്രിഡ്ജ് വെച്ചാൽ അത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പുതിന ഇല നമുക്ക് ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പക്ഷേ പുതിന ഇലയാണെങ്കിൽ അതിൻ്റെ തണ്ടിൽ നിന്ന് ഇലയെല്ലാം അടർത്തി മാറ്റിയിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. വെളുത്തുള്ളി എളുപ്പത്തിൽ പൊളിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ അല്പം വെയിറ്റുള്ള എന്തെങ്കിലും കൊണ്ട് അതിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചതച്ച് കൊടുത്താൽ അതിങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ തൊലി പെട്ടെന്ന് തന്നെ അതിൻ്റെ കളയാൻ പറ്റും. തൊലിയും കുറച്ച് ഇങ്ങനെ ഇളകി വരും. ഇതിപ്പം വലിയ ടൈപ്പ് വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ ചതയ്ക്കുമ്പോൾ വെളുത്തുള്ളി ഒത്തിരി ചതഞ്ഞ് പോകാൻ നോക്കണം. സവാള അരിയുമ്പോൾ കണ്ണ് നീറാതിരിക്കാൻ വേണ്ടി നമുക്ക് സവാള നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് തണുത്ത വെള്ളത്തിലിട്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷം അരിയുകയാണെങ്കിൽ കണ്ണ് നീറുന്നത് ഒഴിവാക്കാം. അതുപോലെ തന്നെ സവാള ക്ലീൻ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം അരിയുകയാണെങ്കിലും നമ്മുടെ കണ്ണ് നീറത്തില്ല. ഇതുപോലെ ന്യൂസ് പേപ്പറിൽ വെച്ച് ഉള്ളിലേക്ക് സവാളയൊക്കെ പൊളിക്കുകയാണെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് വൃത്തികേടാകത്തുമില്ല. നമുക്കത് ക്ലീനായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അതുപോലെ എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു കാര്യമാണ്, സവാള വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്തിട്ട് വഴറ്റുവാണെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടും. നമ്മൾ സാധാരണ മുട്ട പുഴുങ്ങാൻ നേരം അതിൽ ഉപ്പിട്ടൊക്കെയാണ് പുഴുങ്ങാറ്. പക്ഷേ എന്നാലും ഉപ്പിട്ടാലും ചിലപ്പോഴൊക്കെ മുട്ട പൊട്ടി അതിൻ്റെ അകത്തുനിന്ന് എല്ലാം വെളിയിലോട്ട് ഇങ്ങനെ ചാടി വരാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ മുട്ട പുഴുങ്ങുമ്പോൾ ഉപ്പ് ചേർക്കുന്നതിനൊപ്പം തന്നെ അതിൻ്റെ അകത്തോട്ട് ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് മുട്ട പുഴുങ്ങുവാണെങ്കിൽ അങ്ങനെ സംഭവിക്കത്തില്ല. മുട്ട പൊട്ടാതെ തന്നെ പൊട്ടിയാൽ തന്നെ അതിൻ്റെ അകത്തുനിന്ന് ഒന്നും വെളിയിലോട്ട് ചാടി വരത്തില്ല. അതുകൊണ്ട് ഇനി മുട്ട പുഴുങ്ങുമ്പോൾ ചെറുതായിട്ട് പൊട്ടിയ മുട്ടയാണെങ്കിൽ പോലും അതിനകത്ത് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചത് പുഴുങ്ങുവാണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് മുട്ടയുടെ അകത്തുള്ളതൊന്നും വെള്ളയും മഞ്ഞയും ഒന്നും വെളിയിലോട്ട് ചാടി വരത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഇറച്ചിക്കറിയും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ എപ്പോഴും ഫ്രഷായിട്ട് ഗരം മസാല ചതച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മണമൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കറിക്ക് പ്രത്യേക സ്വാദായിരിക്കും. അതുപോലെ തന്നെ പഞ്ചസാര പാത്രത്തിൽ ഉറുമ്പിൻ്റെ ശല്യം മിക്കവാറും കാണും. അത് ഒഴിവാക്കാൻ വേണ്ടി അതിൻ്റെ അകത്ത് ഒരു 2-3 ഗ്രാമ്പു ഇട്ട് വെച്ചാൽ മതി. ഗ്രാമ്പുവിന് സ്മെല്ല് വരുമ്പോഴത്തേക്ക് ഉറുമ്പ് പഞ്ചസാര പാത്രത്തിൽ കയറത്തില്ല. അതുപോലെ തന്നെ വേറൊരു പ്രശ്നമെന്ന് പറയുന്നത്, ഇതുപോലുള്ള ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കുറച്ച് നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ കട്ട പിടിച്ച് ഇരിക്കും. അതിൻ്റെ അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ചത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരും. അത് ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും ഈ കോഫി പൗഡർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. നമ്മൾ ഓരോ പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ നല്ലപോലെ അടച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ച് സൂക്ഷിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ കട്ട പിടിക്കത്തില്ല. പപ്പടം കുറച്ച് കൂടുതൽ നാൾ എങ്ങനെ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി അതൊരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ കൊണ്ട് നല്ലതുപോലെ പൊതിഞ്ഞിട്ട് എയർ ടൈറ്റായിട്ടുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ട് അത് അടച്ചിട്ട് ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ 3-4 മാസം വരെ പപ്പടം യാതൊരു കേടും കൂടാതെ ഇരിക്കും.
ഈ പപ്പടം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഏകദേശം 3 മാസത്തോളമായി. ഇതിന് യാതൊരു കുഴപ്പമില്ല. ഇതുപോലെ ഫ്രീസറിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. അതുപോലെ തന്നെ പാലക്കാട് മട്ട അല്ലെങ്കിൽ കുത്തരിയൊക്കെ നമുക്ക് ഗ്യാസിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒത്തിരി സമയമെടുക്കും. 1-1.5 മണിക്കൂർ എടുക്കും ഒന്ന് വെന്ത് കിട്ടാൻ. അത് ധാരാളം നമുക്ക് ഗ്യാസ് ചിലവാകും. അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഈ അരി നമ്മൾ ചോറുണ്ടാക്കാൻ വേണ്ടി എടുക്കുമ്പോൾ നല്ലതുപോലെ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു മണിക്കൂറൊക്കെ ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കുവാണെങ്കിൽ നമുക്ക് ഗ്യാസ് നല്ലതുപോലെ ലാഭിക്കാൻ പറ്റും. അപ്പോൾ അരി ഒന്ന് കുതിർന്നിട്ടിട്ട് നമ്മളത് വേവിക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പക്ഷേ എപ്പോഴും അരി നല്ലപോലെ കഴുകിയിട്ട് മാത്രമേ ഉള്ളൂ വെള്ളം ഒഴിച്ച് അത് കുതിർക്കാൻ വേണ്ടി വെക്കാവുള്ളൂ. വെള്ളം ഒഴിച്ച് കുതിർത്തിട്ട് അത് വീണ്ടും കഴുകിയെടുക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ പോഷകങ്ങളൊക്കെ നഷ്ടമാകും. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ അരി കഴുകിയിട്ട് 3-4 പ്രാവശ്യം കഴുകിയിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിനെയൊന്ന് അടച്ച് വെച്ച് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഇനി ഈ അരി വേവിക്കുമ്പോൾ ഈ വെള്ളം കളയരുത്. ഇതിൻ്റെ കൂടെ ബാക്കി ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേണം അരി വേവിച്ചെടുക്കാൻ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഇതുപോലെയുള്ള ഇരുമ്പ് ചീനച്ചട്ടി, അപ്പച്ചട്ടിയൊക്കെ ഇതുപോലെ തുരുമ്പ് ഇങ്ങനെ പിടിച്ച് ഇരിക്കാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി നല്ലതുപോലെ കഴുകിയിട്ട് അതിൻ്റെ വെള്ളമെല്ലാം നല്ലതുപോലെ തുടച്ച് കളഞ്ഞിട്ട് അതിലോട്ട് ഏതെങ്കിലും എണ്ണ ഒഴിച്ചിട്ട് നല്ലതുപോലെ അതിൽ തേച്ച് ഒന്ന് പിടിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെ തുരുമ്പ് പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാം. അപ്പച്ചട്ടി ഇതുപോലെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നല്ലതുപോലെ എണ്ണ പുരട്ടി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ തുരുമ്പ് പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ മാവൊക്കെ ബാക്കി വരാറുണ്ട്. നമ്മളത് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ അടുത്ത ദിവസം അതെടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കളർ ചെറുതായിട്ട് മാറിയിരിക്കുന്നതാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി ഈ മാവിൻ്റെ മുകളിലോട്ട് ഒരു ടീസ്പൂൺ എണ്ണ, ഇപ്പോൾ നിങ്ങൾ ഏതെണ്ണയോ വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണയോ ഏതാണെങ്കിലും കുഴപ്പമില്ല, അതിങ്ങനെ നല്ലതുപോലെ ഒന്ന് തേച്ചിട്ട് പാത്രം അടച്ച് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ അതിൻ്റെ കളറ് മാറത്തില്ല. ഇനി ചപ്പാത്തി മാവ് ബാക്കി വരുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. എണ്ണ പുരട്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്, ഇതുപോലെ നമ്മൾ ചപ്പാത്തിയും പത്തിരിയൊക്കെ പരത്തുമ്പോൾ ഇതുപോലെ പേപ്പർ ഇട്ടിട്ട് പരത്തുവാണെങ്കിൽ പൊടിയൊന്നും നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വീഴാതെ ഇരിക്കും. അങ്ങനെ കൗണ്ടർ ടോപ്പ് നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ഇത് മിക്കവരും ചെയ്യുന്നൊരു കാര്യം തന്നെയാണിത്. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്ത കിച്ചൺ ടിപ്സിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.